കഴിഞ്ഞ ദിവസം റൺവേ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കിയിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് ചിന്തിച്ചത്. 500 ലിറ്ററിന്റെ 2 വാട്ടർ ടാങ്കാണ് വീട്ടിലുള്ളത്. 500 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ആയതുകൊണ്ട് വായുവട്ടം കുറവാണ്. ഇതിനുള്ളിലേക്ക് ഇറങ്ങുക ഇത്തിരി ടാസ്ക്കാണ്. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ് എന്നാണല്ലോ. ഒരുവിധം ഉള്ളിലേക്ക് നൂണ്ടിറങ്ങി ചകിരി ഉപയോഗിച്ച് ഒരുവിധം ഒന്ന് തേച്ചൊരച്ച് കഴുകിയ ശേഷവും ടാങ്കിനുള്ളിൽ ഏകദേശം ഈ കാണുന്ന വിധമാണ് ഇരിക്കുന്നത്. വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കുന്ന ധാരാളം മെഷീനുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഒരു ഓസ് വഴി വെള്ളം പുറത്തേക്കൊഴുക്കി ആ ഒഴുകുന്നതിൻ്റെ ശക്തിയിൽ ബ്രഷ് കറങ്ങിയാണ് ടാങ്ക് വൃത്തിയാകുന്നത്. ചകിരി വെച്ച് ഉരച്ചിട്ട് ഈ വിധം വൃത്തിയായ സ്ഥലത്ത് ആ മെഷീൻ എത്രത്തോളം വർക്ക് ചെയ്യും എന്നെനിക്കറിയില്ല. ടാങ്കിന്റെ വശങ്ങൾ ഉരച്ച് കഴുകിയപ്പോൾ ഉണ്ടായ ചെളിവെള്ളവും മറ്റും ഇതുപോലൊരു തുണി വെച്ച് ഒപ്പിയെടുക്കുകയാണ് അടുത്തതായി ചെയ്യുന്നത്. 100% വൃത്തിയായൊന്നുമില്ല. 15 വർഷത്തോളം പഴക്കമുള്ള ടാങ്കാണ്. കുടിക്കാനുള്ള വെള്ളം മോട്ടറിൽ നിന്ന് നേരിട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിക്ക് മടുത്തത് കൊണ്ട് തൽക്കാലം ക്ലീനിങ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകളായിരിക്കും ലഭിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ.